നാലാം ഊഴത്തിന് ശ്രമിക്കുന്ന മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടി നൽകുമെന്നാണ് ബംഗാളിലെ BJP ഘടകം പറയുന്നത്. മാത്രമല്ല പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കം ബംഗാളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം മൂർഷിദാബാദിൽ വലിയ സംഘർഷമുണ്ടാകുന്നു. കേന്ദ്ര സേന ഇറങ്ങിയിട്ട് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഈ 4 തവണയ്ക്ക് മുമ്പ് CPM അധികാരത്തിലിരുന്നപ്പോൾ ഇതുപോലെ തന്നെയാണ്. പല ബൂത്തുകളും പിടിച്ചെടുക്കുന്നു. വോട്ട് ചെയ്യാനായിട്ട് മറ്റു പാർട്ടിക്കാരെ അനുവദിക്കില്ല. ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ കേന്ദ്രസേന കർക്കശമായ നിലപാട് സ്വീകരിക്കുകയും നിഷ്പക്ഷമായ രീതിയിൽ വോട്ടിംഗ് നടത്തുകയും ഒക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ സംഘർഷം വീണ്ടും ഉണ്ടാകുമ്പോൾ സ്ഥിതിഗതികൾ അത്ര ആശാസ്യമാണോ? അല്ല, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ അടുത്ത കാലത്തൊക്കെ നടന്നതിൽ വെച്ച് ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഈ വർഷം നടക്കുന്നത് എന്നാണ് BJPയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ പറഞ്ഞിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കേന്ദ്രസേന ഏതാണ്ട് എല്ലാ സ്ഥലത്തും വിന്യസിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അതിന് കാരണം അതിക്ക് മുന്നേ ഉള്ള ദിവസങ്ങളിൽ ചില ജഡ്ജസൊക്കെ വന്ന സമയത്ത് അവരെ പോലും തടയുന്നതിന് ഈ ഗുണ്ടാസംഘം തയ്യാറായപ്പോൾ ഇനി ഒരു രക്ഷയില്ല എന്ന് സുപ്രീം കോടതിക്ക് പോലും ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രസേനയെ സമ്പൂർണ്ണമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് വിന്യസിച്ചത്. പക്ഷേ നമ്മളെ ഞെട്ടിച്ച ഒരു സംഭവമാണ് കേന്ദ്രസേന ഇങ്ങനെ ഉണ്ടായിട്ട് പോലും മൂർഷിദാബാദ് നമ്മൾ അതിൻ്റെ വിഷ്വൽസൊക്കെ കാണുന്നുണ്ട്. അവിടെ അടിയടക്കല്ല, വലിയ പത്തൽ വെട്ടിയിട്ട് ആൾ ഓടിച്ചിട്ട് അടിക്കാൻ കൊടുക്കും. ഇതിനൊറ്റ ലക്ഷ്യമുള്ളൂ, എന്താണത്? അടി എന്ന് കേട്ടാൽ പിന്നീട് പല ആൾക്കാരും വോട്ട് ചെയ്യാൻ പറ്റില്ല. അതാണല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതാണ്. അപ്പോൾ എതിരാളികളുടെ വോട്ട്, അവരുടെ വോട്ട്, മമതാ ബാനർജിയുടെ സംഘത്തിൻ്റെ വോട്ട് അവരെന്തായാലും പൂർണ്ണമായിട്ടും ജയിപ്പിക്കും. മറ്റവരുടെ വോട്ട് കൃത്യമായിട്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ CPM ഒക്കെ ഇട്ട് അടി ഉണ്ട് എന്നാണ് വാർത്ത. ഈ മുർഷിദാബാദിലൊക്കെ കൃത്യമായിട്ട് വോട്ടിംഗ് നടന്ന CPM-നും കോൺഗ്രസിനും ഒക്കെ ഗുണമുണ്ടാകുന്ന സ്ഥലമാണ്. അതാണ്. അപ്പോൾ അവിടെയൊക്കെ അവരെ അടിച്ചു പിടിച്ചിട്ട് അവരുടെ ആളെ കൊണ്ട് മാത്രം വോട്ട് ചെയ്യിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇത് ബംഗാളിൻ്റെ തിരഞ്ഞെടുപ്പ് ചിത്രം എന്താണ് എന്ന് നമുക്ക് വ്യക്തമാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഈ ആദ്യം തിരഞ്ഞെടുപ്പ് നടക്കുന്ന നിയോജകമണ്ഡലങ്ങളിലാണ് BJPക്കായാലും CPM-നായാലും കോൺഗ്രസിനായാലും എന്തെങ്കിലും സാധ്യതയുള്ളതാണ്. രണ്ടാമത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബഹുഭൂരിപക്ഷ മണ്ഡലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃണമൂലിൻ്റെ കയ്യിലുള്ള മണ്ഡലങ്ങളാണ്. അവിടെ കാര്യമായിട്ട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പ്രതിപക്ഷം പോയി. ഒരു 100 സീറ്റിലധികം ആദ്യം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിൽ BJP നേടിയാൽ മാത്രമാണ് BJP അധികാരത്തിൽ വരികയോ അല്ലെങ്കിൽ അധികാരത്തിന് തൊട്ടടുത്ത് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ അടി എന്ന് പറയുന്നത് എന്തിൻ്റെ സൂചനയാണ് എന്ന് ചോദിച്ചാൽ അത് വീണ്ടും മമത അധികാരത്തിലേക്ക് വരുന്നതിൻ്റെ അടിയാണ്. അധികാരത്തിൻ്റെ അടി എന്നാണ് അത് വേണമെങ്കിൽ നമുക്ക് വായിക്കാവുന്നത്. എന്തുവന്ന് ഇതിനകത്ത് വീരസമാഷ് പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. അവിടെ ഈ ഇനിയിപ്പോൾ 4ാമതാണ് മമത വരേണ്ടത്. മമത നിസ്സാരക്കാരിയല്ല. കാരണം അവിടെ അവർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ ചെയ്ത ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ അധികാരത്തിൽ 34 കൊല്ലം ഇരുന്ന CPM-ആണ്. അവരുടെ കയ്യിലൊരു ഗുണ്ടായുസവും സെറ്റപ്പും, അല്ലെങ്കിൽ അവർ അതായത് ഗുണ്ടാരാജിന്റെ ഒരു സ്റ്റേറ്റ് എന്ന നിലക്കാണ് ഇവർ വന്നത്. നന്ദിഗ്രാമിന്റെ കെയർ ഓഫ് 2011 വരുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ ഗുണ്ടായുസവും അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധതയും അല്ലെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഈ രീതിയിലുള്ള പ്രവർത്തനം ഒന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരികയും, അപ്പം അണികൾ നന്ദിഗ്രാം വിഷയത്തിൽ CPM-നോട് യോജിക്കാതെ വരിക, അതിനകത്ത് അണികളുടെ ഒരു മാറ്റം രഹസ്യമായിട്ട് അണികൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം CPM-നകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അവർ പക്ഷേ രഹസ്യമായിട്ട് വോട്ട് ചെയ്ത് ആർക്കുക? മമതാ ബാനർജിക്ക്. ആ മമതാ ബാനർജി അധികാരത്തിൽ വരുമ്പോൾ അവരുടെ കൂടെ കൂടിയത് ഈ ഗുണ്ടായുസം നടത്തുന്ന അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരും ആ ക്രിമിനൽസുമാണ്. അതിനെ വെച്ചുകൊണ്ടാണ് ഇവരിത് കൊണ്ടുപോകുന്നത്. വികസന പ്രവർത്തനം അവിടെ ഇല്ല. ഇപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ മുന്നേ തെരഞ്ഞെടുപ്പിലും ഒക്കെ വീരസമാഷ് പറഞ്ഞതുപോലെ അവിടെ അടി നടത്തുന്നവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അവർക്കറിയാം നമ്മുടെ ആൾക്കാർ അടിക്കുന്ന നമ്മളെ അടിക്കത്തില്ല. അവർ വോട്ട് ചെയ്യും. ബാക്കി ജനാധിപത്യത്തിന് അവിടുത്തെ ജനങ്ങളുടെ താല്പര്യമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ജനാധിപത്യം അവിടെ വരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല, അവരെ വോട്ട് ചെയ്യിക്കുന്നില്ല. അതായത് ജനാധിപത്യ സംവിധാനം അവിടെ നടക്കുന്നില്ല. അതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി കോടതിയും അല്ലെങ്കിൽ പട്ടാളവും ഒക്കെ വേണ്ട രീതിയിൽ ഇടപെടുമെന്ന് വിചാരിച്ചിരുന്നിടത്ത് അങ്ങനെ ഇടപെട്ടാൽ ഈ അവസാനം വന്ന സർവേക്കകത്തുനിന്നൊക്കെ വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മമതാ ബാനർജി ഒരു പക്ഷേ അവിടെ അധികാരത്തിൽ നിന്ന് മാറിയേക്കാം.
BJP വന്നേക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതാണ് സ്റ്റേജെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത് ഇതാണ്. ജനാധിപത്യം അല്ലെങ്കിൽ അതേ രീതിയിൽ എല്ലാ ആൾക്കാർക്കും വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ അവിടെ ഒരുക്കുന്നില്ല മമത. അവരുടെ ഗുണ്ടകൾ, അവരുടെ പോലീസ് ഇത് വീണ്ടും തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാം. അപ്പം വോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവർ മാത്രം വോട്ട് ചെയ്യും, അവരാഗ്രഹിക്കുന്നവർ വോട്ട് ചെയ്യും, അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അധികാരത്തിൽ വരാൻ സാധിക്കും എന്ന് വിചാരിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഈ മമതാ ബാനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ് ബംഗാളിൽ അധികാരത്തിൽ വന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് അവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളെ കൃത്യമായിട്ട് CPM ഉപയോഗപ്പെടുത്തുന്നു. ആ ഉപയോഗപ്പെടുത്തി അവർ തുടർച്ചയായിട്ട് ഇത്ര വർഷത്തോളം, അതായത് 3 പതിറ്റാണ്ടിലധികം അവിടെ ഭരിക്കുന്നു. അതിനുശേഷം അതേ ആളുകളെ എങ്ങനെയാണ് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിലേക്ക് ആകർഷിച്ചത്? പിന്നീട് ഈ CPM-നെ തന്നെ അവർ വളർത്തിക്കൊണ്ടുവന്ന ഗുണ്ടകൾ അടിച്ചോടിക്കുക ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഗുണ്ടരാജാണ് നടക്കുന്നത്. മാത്രമല്ല ഈ സ്ത്രീകളാണ് ബംഗാളിൽ ഈ പറയുന്ന ആരധികാരത്തിൽ വരണം എന്നതിനെ സംബന്ധിച്ച് നിർണായകമായ തീരുമാനമെടുക്കുന്നത്. ഇത്തവണ ഈ വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു, അത് പരാജയപ്പെടുന്നു. അതിന് വളരെ വലിയ ഒരു സ്വീകാര്യത കിട്ടാൻ വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഈ കാര്യങ്ങൾ പറയുന്നു. അതായത് ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ ചേർന്ന് സ്ത്രീകളെ ചതിക്കുകയാണ് ചെയ്തത്. ഇത് മനസ്സിലാക്കാൻ ബംഗാളിലെ സ്ത്രീകൾക്ക് സാധിക്കുക കൂടി ചെയ്താൽ ഒരുപക്ഷെ മമതാ ബാനർജിക്ക് ഇത്തവണ അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. പക്ഷേ രാഷ്ട്രീയത്തിൽ എപ്പോഴും മികച്ച കളിക്കാരി എന്നുള്ള രീതിയിലാണ് മമതാ ബാനർജി മുമ്പിലേക്ക് പോയത്. അവരെപ്പോഴും ജനങ്ങളെ കയ്യിലെടുക്കും. മാത്രമല്ല അവരുടെ പേരിൽ അഴിമതി ആരോപണങ്ങളൊന്നുമില്ല. അവരുടെ കൂടെ നിൽക്കുന്ന പലരും അഴിമതി ചെയ്യുന്നുണ്ടാവും. മമത അത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല. മാത്രമല്ല ഒരു ലളിത ജീവിതം നയിച്ചുകൊണ്ട് ജനങ്ങളെ എപ്പോഴും ഇംപ്രസ് ചെയ്യാൻ മമതാ ബാനർജിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഭരണത്തിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. കേന്ദ്രസേന ഇറക്കിയതിലൂടെ BJP ചെയ്യുന്നത് പരമാവധി നിഷ്പക്ഷമായി തന്നെ ഇലക്ഷനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആ നിഷ്പക്ഷമായ ഇലക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും സ്ത്രീ വോട്ടർമാരെടുക്കുന്ന നിർണായകമായ തീരുമാനമായിരിക്കാം ബംഗാളിൽ ആരെ അധികാരത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതിൽ പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കുക. പ്രത്യേകിച്ച് ഇപ്പം 1ാം ഘട്ടം നടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലാണ് BJPക്ക് വലിയ മുന്നേറ്റമുള്ള മണ്ഡലങ്ങളിലെല്ലാം പോളിംഗ് നടക്കുന്നത്. പക്ഷേ 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെയെല്ലാം തന്നെ തൃണമൂലിൻ്റെ ആധിപത്യമുള്ളത്. അതുകൊണ്ട് ഇന്ന് ഉണ്ടാകുന്ന ഈ പോളിംഗ് ശതമാനം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മമതയ്ക്കും BJPക്ക് നിർണായകമാകും. നമ്മളിപ്പോൾ TV-യിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താ ഒരു കാർ കൊണ്ട് നിർത്തുന്നു, കാറിനകത്ത് വോട്ട് ചെയ്യാൻ വരുന്നവരെ ഓടിച്ചിട്ടടിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. അവിടേക്ക് കേന്ദ്രസേന എത്തുമ്പോഴത്തേക്ക് കിട്ടാനുള്ളതെല്ലാം മേടിച്ച് കൂട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ബംഗാളിലെ അതിക്രമത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് 1ാം ഘട്ട പോളിംഗ് അവസാനിക്കുമ്പോഴേക്കും ചില സൂചനകൾ ലഭിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ മുസ്ലിം ന്യൂനപക്ഷമാണ് മമതയുടെ ഒരു ബാങ്ക്. അവിടെ ഹുമയൂൺ എന്ന് പറയുന്ന കക്ഷി വന്ന് പിളർപ്പുണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ വേളയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. കാരണം ഹുമയൂൺ സേന അതും അതേപോലെ തന്നെ മമതയുടെ ആളുകളുമായിട്ട് പ്രവർത്തകരുമായിട്ട് അടിയുണ്ടായിട്ടുണ്ട്. നേരത്തെ CPM-ആയിട്ട് അടിയുണ്ടാവും, ഇപ്പുറത്ത് ഹുമയൂണിൻ്റെ ആളുകളുമായിട്ട് അടിയുണ്ടാവും. മൊത്തം പല സ്ഥലത്തും അടിയാണ്. ഈ അടികളുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നേരത്തെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്നത് അതേപോലെ ഈ തെരഞ്ഞെടുപ്പിന് മാറ്റി തീർക്കുക എന്നുള്ളതാണ്. അങ്ങനെ മാറ്റി തീർത്താൽ വീണ്ടും മമതയായിരിക്കും അല്ലേ? അതായത് ഈ സംഘർഷങ്ങൾ എന്ന് പറയുന്നത് മമത ഉണ്ടാക്കുന്നതാണ് മമതയ്ക്ക് അനുകൂലമാണ്, മമതയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞ പോലെ മുസ്ലിം ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അതിന് മാറ്റം മനസ്സിലാക്കി. കാരണം മുസ്ലിം ന്യൂനപക്ഷം ഈ മമതയ്ക്ക് എതിരായി. കാരണം പ്രാദേശിക മുസ്ലിങ്ങൾ മമതയ്ക്കെതിരാണ്. കാരണം ഈ വരത്തർ ഏതാണ്ട് 80 കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്കുണ്ട്. അവിടേക്ക് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ചെല്ലാനൊക്കത്തില്ല. അവർ തിട്ടൂരനുസരിച്ച് അവർ കാര്യങ്ങൾ നടത്തും. അവിടെ സ്ഥാനാർത്ഥികളെ അവർ തീരുമാനിക്കും. അത് തൃണമൂലിൻ്റെ കെയർ ഓഫിൽ ജയിച്ചു വരുന്ന MLA-മാരായിരിക്കും. അല്ലാതെ അവിടെ കയറാൻ പോലും പറ്റുന്ന ഒരവസ്ഥയില്ല. അപ്പം പാർട്ടിക്കകത്തും ഇത് ബുദ്ധിമുട്ടാണ്. തൃണമൂൽക്കാർക്കും നേരത്തെ നന്ദിഗ്രാമിൻ്റെ വിഷയത്തിൽ CPM-നകത്ത് ഉണ്ടായതുപോലെ തൃണമൂലിനും ഈ രീതിയിലുള്ള പോക്കിനോട് താല്പര്യമില്ല. കാരണം റോളില്ലാത്ത അവസ്ഥയിലേക്ക് പലയിടങ്ങളിലും മാറുന്നു. അതായത് വരുത്തർ പ്രദേശം കൈയടക്കുന്നു, ആ പ്രദേശത്തുള്ള ആൾക്കാരെ അടിച്ചോടിക്കുന്നു, അവരുടെ ഭാഗമാക്കി വെക്കുന്നു, അവരുടെ ഇഷ്ടത്തിന് ഭരണം നടത്തുന്നു. ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ബംഗാളിൽ വലിയ പ്രശ്നം. അതാണ് 48 മണിക്കൂർ 8 ജഡ്ജിമാരിരുന്ന് വെള്ളം പോലും കുടിക്കാനും മൂത്രം ഒഴിക്കാനും പറ്റാതെ ജീവൻ പോലും നഷ്ടപ്പെടുമോ എന്നുള്ള വ്യാകുലതയിൽ അവിടെ ഇരിക്കേണ്ടി വന്നു. അപ്പം അവിടെ ജനാധിപത്യം പുലർന്നാൽ മാത്രമേ മമതയെ മാറ്റി വേറൊരാൾ അധികാരത്തിൽ വരത്തുള്ളൂ. ഇപ്പോഴത്തെ ഒരു സ്ഥിതി കണ്ടിട്ട്, ഇന്നത്തെ ഒരു അവസ്ഥ കണ്ടിട്ട്, വോട്ടിംഗ് കണ്ടിട്ട് ജനാധിപത്യം പുലരുന്ന ഒരവസ്ഥ ബംഗാളിൽ ഇല്ല എന്ന് വിചാരിക്കേണ്ടി വരും. വീണ്ടും മമത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.